ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്നെ ആര് കാണാനാണ്? ഞാൻ എന്ത് ചെയ്താലും ആരും കാണാതെയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സത്യവേദ പുസ്തകത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 139 സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗം. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. ജീവനുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും നമ്മളെ കരം പിടിച്ച് നടത്തുന്നതും ആ ദൈവമായ കർത്താവാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും ഇന്ന് മാറും. നമ്മൾക്ക് വിശ്വസിക്കാനാണ് ബുദ്ധിമുട്ട്. പലതും കേട്ട് നമ്മൾ പലയിടത്തേക്കും ഓടുമ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും എന്നുള്ള ചിന്തയിലാണ് ഓടുന്നു. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കണ്ടുകൊണ്ട് നിന്റെ ദൈവം നിന്റെ അടുത്തുണ്ട്. നിന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. നീ നടക്കുന്നതും കിടക്കുന്നതും അവിടുന്ന് പരിശോധിച്ചറിയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ എല്ലാവിധ ചലനങ്ങളും മനസ്സിലാക്കുന്ന ഒരു ദൈവം, അത് ക്യാമറ കണ്ണുകളിലൂടെ കാണുകയല്ല, നിന്റെ തൊട്ടടുത്ത് ഈ ഭൂമിയിലുള്ള 840 കോടി ജനങ്ങളുടെയും തൊട്ടടുത്ത് നിന്ന് ഓരോ വ്യക്തികളെയും സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ അത് അറിയുന്ന ദൈവമാണ്. ഈ ദൈവത്തെ നമ്മൾക്ക് എങ്ങനെ ഒളിച്ചോടാൻ പറ്റും? ഈ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുടെ മേലും ആ ദൈവം പരിഹാരം തരും. ഈ ദൈവവചനം നമുക്ക് ആമേൻ ചൊല്ലി സ്വീകരിക്കാം. ഒരു VIP ഒപ്പം നടക്കുന്ന ഒരു ബോഡി ഗാർഡിനെ പോലെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം, നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് പോലും മനസ്സിലാക്കുന്ന ദൈവം, നമ്മുടെ കിടപ്പും നടപ്പും മനസ്സിലാക്കുന്ന ദൈവം. ഒരു വ്യക്തിയുടെ കാവൽക്കാരനായി നിൽക്കുന്ന ബോഡി ഗാർഡിന് എത്താവുന്ന ചില പരിമിതികളുണ്ട്. ഇവിടെ ആ പരിമിതികൾക്കപ്പുറത്ത് നിന്ന് പോലും
നിന്റെ സ്വകാര്യതയിൽ പോലും നിൽക്കുന്ന, നിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ ഉദ്യമങ്ങളിലെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവിക ശക്തി, ദൈവം തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെ മേലും നിങ്ങളെ സഹായിക്കട്ടെ. ലോകത്തിൽ ആരും നിങ്ങളെ സഹായിക്കാനില്ലേലും, ആരും നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരാനില്ലേലും, ആ ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തും. ആ ദൈവം നിങ്ങളുടെ നാവിലൂടെ സംസാരിക്കും. ആ ദൈവം നിങ്ങളുടെ കിടപ്പിലും ഇരിപ്പിലും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.